ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീട്ടിൽ സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ BR റാങ്കഡിൽ കുറച്ച് ഹൈ ഡംപ്ലൈസ് ടിപ്സ് ആൻഡ് ബഗ്സിനൊക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെല്ലാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് ആവശ്യമുള്ള ലോഞ്ച് പാഡാണ്. നമ്മുടെ ഒബ്സർവേറ്ററിലെ ലോഞ്ച് പാഡല്ല, ആ ലോഞ്ച് പാഡിൽ കണ്ടിട്ട് ജസ്റ്റ് ഞാൻ വിടുന്ന പോലെ നിങ്ങൾ ഇതേപോലെ തന്നെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ഐക്കണിൽ തന്നെ കറക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം പ്ലേസ് വർക്കാവത്തുള്ളൂ. ഒരു മരത്തിൻ്റെ അറ്റത്ത് കറക്റ്റ് ഇതേപോലെ വെച്ച് നിങ്ങൾ വീട് കാണിച്ചാൽ ഫുള്ളായിട്ട് പൊക്കിയിട്ട് നിങ്ങൾ വിടണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലക്സ് ഉണ്ടല്ലോ അതിൻ്റെ മേലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അതായത് മാസ് ലെറ്ററിലായിട്ടുള്ള ഫ്ലക്സിൻ്റെ മേലായിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേലെ ഇരിക്കാൻ വെച്ചാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് ഹൈറ്റ് വെച്ച് കൂടുതൽ എനിമീസ് നമ്മൾ കാണത്തില്ല. അവരുടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഒരു കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റാങ്കും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐറ്റം പ്ലേസ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടിന് നമുക്ക് ആവശ്യമില്ല, നമ്മൾ ചെറിയ മിനി ലോഞ്ച് പാഡല്ല, അതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ ഇടുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് പീക്കിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ ഇടുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു മരത്തിൻ്റെ മേലിട്ട് വിടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് നമുക്കൊരു മരത്തിൻ്റെ ചില്ലയിൽ അടിപൊളിയായിട്ട് ഹൈഡ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും എനിമീസ് കാണത്തില്ല, നമ്മൾ ഈ ഒരു മരച്ചില്ലയുടെ ഇടയിലുണ്ട് ഒരിക്കലും നമ്മൾ എനിമീസ് കാണത്തില്ല. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ എനിമീസിനെ കാണാനും പറ്റും, അവർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം പ്ലേസ് അറിയാവുന്നവർ ജസ്റ്റ് അത് കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ ഞാൻ തന്നെ എടുത്ത് നരിതിക്ക് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നമ്മൾ ഓപ്പോസിറ്റ് സൈഡായിട്ട് വേറൊരു നരിതിക്ക് അടിക്കുന്നത് എവിടെയെന്ന് അതെനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് ഞാൻ അവനെ കണ്ടത്. അവനാണ് ഇവിടെ നിന്ന് നരിതിക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐറ്റം പ്ലേസ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മില്ലിലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഗ്ലൂവാളുകൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം ഏകദേശം നിങ്ങൾക്ക് 5 ഗ്ലൂവാളോളം വേണം, 5 അല്ലെങ്കിൽ 4 ഗ്ലൂവാളോളം വേണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട് ജസ്റ്റ് ഞാൻ ഇടുന്ന പോലെ ആദ്യം നിങ്ങൾ ഇവിടെ വന്നിട്ട് കറക്റ്റായിട്ട് ഇതേ പൊസിഷനിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഗ്ലൂവാൾ ഇടുക. എന്നിട്ട് നിങ്ങൾ രണ്ടാമത്തെ ഗ്ലൂവാൾ ഇതേപോലെ ഞാൻ ഇടുന്ന പോലെ ഇവിടെയും കറക്റ്റായിട്ട് ഇതേപോലെ ഇട്ടിട്ട് ജസ്റ്റ് നിങ്ങൾ മേലോട്ട് സ്കോപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് കയറാൻ ശ്രമിക്കുക, പെട്ടെന്ന് മേലോട്ട് കയറുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ടുണ്ട് ഇവിടെയും തന്നെ അതേപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ 3 ഗ്ലൂവാൾ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഇടണം. ഇതേപോലെ ഒന്നിനോട്ട് മേലായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൻ്റെ മേലോട്ട് ഇടുകയാണെങ്കിൽ ലാസ്റ്റ് ഇടുന്ന ഗ്ലൂവാൾ നിങ്ങൾ ഈ ഒരു പൊസിഷനിലിടണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ മേലോട്ട് സ്കോപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് കയറുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് അടിപൊളിയിട്ട് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേലെ ഇരിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് നല്ല കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് മുകളിൽ ഷോ കാര്യങ്ങളൊക്കെ ഇറക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴത്തു കൂടെ പോകുന്ന എനിമീസിനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ കാണാനും പറ്റി കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ലാസ്റ്റ് സോണും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങൾ കളിക്കുന്ന പ്ലേയേഴ്സ് നിങ്ങൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് ലാസ്റ്റ് സോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ ചെയ്ത് നിങ്ങൾക്ക് നരിതിക്ക് റാങ്കും കാര്യങ്ങളൊക്കെ കൂട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അറിയാവുന്നവരുടെ ഈ സ്റ്റവ് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്പോട്ടോടെ നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് ആവശ്യമുള്ള ഒരു 5 ഗ്ലൂവാൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ ഇടുന്ന പോലെ കറക്റ്റായിട്ട് ഇതേ പൊസിഷനിൽ നിങ്ങൾ ഫസ്റ്റ് ഗ്ലൂവാൾ ഇടുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ വീണ്ടും അതേപോലെ തന്നെ നിങ്ങൾ മേലെ കയറിയിട്ട് പിന്നെ നിങ്ങൾ താഴ്ത്താറുണ്ട് ഇതേപോലെ നിങ്ങളും കറക്റ്റായിട്ട് പിന്നെ ഒരു ഗ്ലൂവാൾ ഇടുക, പിന്നെ ഒരു ഗ്ലൂവാളും പാടുക. ഇങ്ങനെ 3 ഗ്ലൂവാൾ ഇട്ടതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ സ്കോപ്പ് ചെയ്തിൻ്റെ മേലെ കട്ടിൻ്റെ മേലെ കയറി ജസ്റ്റ് സ്കോപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് കയറുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് ട്രെയിൽ അതിൽ നടന്നിട്ടില്ല, നിങ്ങൾ മാക്സിമം ഫസ്റ്റ് ട്രെയിലിൽ നടത്താൻ ശ്രമിക്കുക. ജസ്റ്റ് നിങ്ങൾ നീങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് സ്കോപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് കയറാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ഗ്ലൂവാളുടെ മേലെ കയറിയതിന് ശേഷം നിങ്ങൾ ഞാൻ ഇടുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലത്തെ 2 ഗ്ലൂവാളെ ഇടുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ മേലെ നിന്ന് ജസ്റ്റ് അതിൻ്റെ മേലോട്ട് ജമ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് അടിപൊളിയിട്ട് കയറാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേലെ കയറിയിരിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് റാങ്കും കാര്യങ്ങളൊക്കെ കൂട്ടാനും പറ്റും. അതുപോലെ തന്നെ എനിമീസിൻ്റെ ലൈവ് കുറയുന്നവർ ഇതിൻ്റെയൊക്കെ മേലെ ഇരിക്കാൻ ചെയ്യും നിങ്ങൾക്ക് നല്ല രീതിക്ക് പ്ലസും കാര്യങ്ങളൊക്കെ കൂടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം പ്ലേസ് അറിയാവുന്നിട്ട് അതുകൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരെ ഇപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക, ചാനൽ സബ് ചെയ്യാത്തവരെ നമ്മുടെ ചാനലോട് സബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഏതായാലും ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐറ്റം പ്ലേസ് എവിടെയാണെന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യം നമ്മുടെ എല്ലാ ടെലിപ്പോർട്ടും അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടല്ലോ ഇപ്പോൾ VR റാങ്കിലേക്ക് ആ സാധനമാണ് വേണ്ടത്. നിങ്ങൾ ഈ പീക്കിന് ഇവിടെ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഇത് ഞാൻ ഇടുന്ന പോലെ നിങ്ങൾ ഇതേപോലെ കറക്റ്റായിട്ട് ഈ ഒരു പൊസിഷനിൽ തന്നെ നിങ്ങളിടാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇതിൻ്റെ മേലെ കയറി നിങ്ങൾക്ക് നരിക കില്ലും കാര്യങ്ങളും ഭൂയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു സ്പോട്ടിന് മെയിനായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേലെ നടി വരും നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ എനിമീസ് കൊല്ലാൻ ചാൻസ് കൂടുതലും. ഇപ്പോൾ നിങ്ങൾ അലൈവ് കുറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പോട്ട് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ബെനിഫിറ്റ് ഉള്ള സ്പോട്ട് കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ 5ാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഉള്ളതാമത്തെ ഞാനിത് ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം.